ഹായ്, ഇന്ന് ഞാൻ ഒരു കേക്ക് പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു ചോക്ലേറ്റ് കേക്ക് പുഡിങ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് പുഡിങ്ങാണ്, ചോക്ലേറ്റ് കേക്ക് പുഡിങ്. അപ്പോൾ അതിനാദ്യം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ക്രീം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയത് എയർ ഫ്രയറിലോ ഓവനിലോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫ്രൈ പാനിലാണ്, ഒരു അടി കട്ടിയുള്ള പാനിലാണ് ഉണ്ടാക്കിയെടുത്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക്. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട, മൈദ, ബേക്കിംഗ് പൗഡർ, ഒരു 4 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല, കൊക്കോ പൗഡർ, ചെറിയ ചൂടുള്ള പാല്, ഇതൊക്കെയാണ് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ കുറച്ച് ഓയിൽ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടി കട്ടിയുള്ള ഫ്രൈ പാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയാലും തുറന്ന് നോക്കിയിട്ട് വെന്തൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. എനിക്ക് കറക്റ്റ് ഒരു 30-35 മിനിറ്റിനുള്ളിൽ സെറ്റായി വന്നിട്ടുണ്ട് കേക്ക്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം. നല്ല അടിപൊളിയായിട്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുള്ള നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് വന്നത്. അങ്ങനെ ആ ചോക്ലേറ്റ് കേക്ക് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ട്രേയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഇപ്പം ഉണ്ടാക്കുന്ന ക്രീം സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ക്രീം ചീസും തിക്ക് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റുമാണ്. ഈ മെൽറ്റഡ് ചോക്ലേറ്റ് ഞാൻ സാധാ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തത്. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ക്രീമിൻ്റെ മേലെ ഒരു ക്രിസ്പി ലെയറിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലെക്സ് എടുത്തത്. അതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ട്രേയിൽ കേക്ക് ആദ്യം ചെറിയ പീസസ് ആക്കി വെച്ചിട്ട് ക്രീം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്ത കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 അവർ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് കഴിച്ച് നോക്കിയാൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് പുഡിങ് റെഡി.